ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് ആര്യ അഗസ്റ്റിൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കടലക്കറിയാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു 6 മണിക്കൂർ കടല കുതിർക്കാൻ വെക്കാം. കുതിർത്ത് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നമുക്കതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലോട്ട് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോള അരിഞ്ഞതും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കൊരു പാൻ വെച്ച് അതിൻ്റെ ഉള്ളിലോട്ട് എണ്ണ ഒഴിക്കുക, കടുകിടുക, ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മസാലകൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്യുന്ന മസാല എന്ന് പറയുന്നത് മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വഴറ്റി വന്നതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ കടല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് പൗഡർ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഹോട്ട് വാട്ടറും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കടലയിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാണ്. ഒന്ന് നന്നായിട്ട് തിളച്ചും കൂടെ വന്നാൽ മതി. കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ കടലക്കറിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.